എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം. നമ്മൾ ഓരോ താങ്ങളെയും നമ്മൾ ചീത്ത പറയരുത്. നല്ലോണം ശ്രദ്ധിക്കണം. ഈ നാവ് കൊണ്ട് കെളിമയെല്ലാം പറ്റുമെന്ന് അറിയില്ല. ഒരു തങ്ങളെയും ചീത്ത പറയരുത്. അത് ഏത് ഗ്രൂപ്പിൽ പെട്ട തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ ചീത്ത പറയാനോ അവർക്കെതിരെ പോസ്റ്റർ ചെയ്താനോ അവർക്കെതിരെ കമന്റ് ചെയ്താനോ നമ്മൾ പോവരുത്. നമ്മുടെ ഈമാ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ ഈമാ നമ്മൾ ശ്രദ്ധിക്കാം. ഒരു ബീവിയെയും നമ്മൾ വിഷമിപ്പിക്കരുത്. അള്ളാഹുവേ സാദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ അറിവിന്നിലാവ് റമദാനിലാവം കാണുന്ന സർവ്വ സയ്യിദന്മാരെ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അപ്പൊ ഒന്നാമത്തേത് എന്താ? മുത്തുനബിയുടെ മകളെ ഭാഗ്യം ലഭിച്ചു എന്നാണ്. മറ്റൊരു പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയോ? റമദാൻ നിലാവിനെ പ്രോഗ്രാമിനെ മജ്ലിസിൽ വെള്ളം വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിൽ ഒരുവനായി ഒരുത്തിയായിട്ട് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന റമദാൻ നിലാവിന്റെ കുടുംബങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളാവുക എന്നുള്ളതാണ്. അത് അല്ലാഹു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹക്ക് നൽകിയ ഒരു പ്രത്യേകതയാണ്. അതേ പ്രകാരം അല്ലാഹു ഫാത്തിമ ബീവിക്ക് നൽകിയ മറ്റൊരു പ്രത്യേകത പറഞ്ഞു തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫാത്തിമ, നിന്റെ പേര് ഞാൻ സ്വർഗത്തിൽ കണ്ടുപോയി. ഫാത്തിമ, നിന്റെ പേര് ഞാൻ സ്വർഗത്തിൽ കണ്ടുപോയി. ഫാത്തിമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ, നിന്റെ പേരിനെ ഞാൻ സ്വർഗത്തിൽ കണ്ടുപോയിട്ടുണ്ട്. ഫാത്തിമ, നിന്റെ സുന്ദരമായ നാമത്തെ സ്വർഗത്തിന്റെ മനോഹരമായ കവാടത്തിൽ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫാത്തിമ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പഠിച്ചോളി. നമ്പർ 2, രണ്ടാമത്തെ പ്രത്യേകത. നല്ലോണം പഠിച്ചോളിട്ടോ, പരീക്ഷയ്ക്ക് ചോദ്യം വരും. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യേകതയിൽ നിന്ന് ഇത്ര പ്രത്യേകത എഴുതുക. നല്ലോണം പഠിച്ചോളി. പൂമ്പാറ്റ മക്കളൊക്കെ നല്ലോണം കേട്ടോളി. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ. SLC എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ അല്ലേ നിങ്ങളടുത്ത്? പൂമ്പാറ്റകളൊക്കെ അടുത്തിരിക്കി. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ, നോമ്പുവറ്റ മക്കളുണ്ട്, അള്ളാഹു മക്കളൊക്കെ കബൂലാക്കട്ടെ. അപ്പൊ 2 പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. 2 പ്രത്യേകത പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കി